പശ്ചിമേഷ്യൻ യുദ്ധക്കളത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ടതും അതേസമയം തന്നെ ഏറെ ആശങ്കയുണ്ടാക്കുന്നതുമായ പുതിയ അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഏറ്റവും പുതിയ പ്രസ്താവനകളും അതിന് ഇറാൻ നൽകിയിരിക്കുന്ന അതിശക്തമായ താക്കീതുകളും വിശദമായി പരിശോധിച്ചാൽ വരും മണിക്കൂറുകളിൽ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിലും വലിയൊരു വൻകിട ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സത്യത്തിൽ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി തുടർച്ചയായി 3-4 പോസ്റ്റുകൾ വീതം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനമായും ട്രംപ് പറയുന്നത് ഇറാനിലേക്ക് ഒരു വൻ തോതിലുള്ള ആക്രമണം ഉടൻ തന്നെ അഴിച്ചുവിടാൻ പോവുകയാണ് എന്നാണ്. ഇത്തവണ വെറുതെ അമേരിക്കൻ സൈന്യം മാത്രമായിട്ടല്ല, ഇസ്രയേലിനെയും കൂടെ കൂട്ടിക്കൊണ്ടാണ് ഇറാനെതിരെ വലിയ രീതിയിലുള്ള ഒരു അറ്റാക്കിന് പദ്ധതിയിടുന്നത് എന്നും ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെയും അവരുടെ സഖ്യരാജ്യങ്ങളുടെയും എയർബേസുകളിൽ വളരെ വലിയ രീതിയിലുള്ള പ്രിപ്പറേഷൻസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ജോർദാൻ, കുവൈറ്റ്, ബഹ്റൈൻ, UAE, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ വ്യോമസേനാ താവളങ്ങളിലേക്ക് അമേരിക്കൻ ഫൈറ്റർ ജെറ്റുകളും ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കുന്ന റിഫ്യൂവലിംഗ് ടാങ്കറുകളും വൻതോതിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ റഡാർ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ തത്സമയം പുറത്തു വരുന്നുണ്ട്. അത്രത്തോളം വലിയൊരു വ്യോമാക്രമണത്തിനാണ് അമേരിക്കയും ഇസ്രായേലും പ്ലാൻ ചെയ്യുന്നത്. എന്നാൽ മറുവശത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇറാൻ നടത്തിയ അതിശക്തമായ തിരിച്ചടികൾ കാരണം ഈ എയർബേസുകളിൽ പലതും അമേരിക്കയ്ക്ക് കാലിയാക്കേണ്ടി വന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഉദാഹരണത്തിന് ജോർദാനിലെയും ഇറാഖിലെയും പ്രധാന അമേരിക്കൻ ബേസുകളുടെ പുതിയ സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിരനിരയായി നിർത്തിയിട്ടിരുന്ന അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ പലതും ഇറാന്റെ മിസൈൽ ഭീഷണിയെ തുടർന്ന് അവിടെ നിന്ന് പൂർണ്ണമായി ഇവാക്യുവേറ്റ് ചെയ്ത് മാറ്റിയതായി ഈ സാറ്റലൈറ്റ് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാൻ സാധിക്കും. അത്രയ്ക്ക് ശക്തമായ ഡ്രോൺ മിസൈൽ ആക്രമണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ US ബേസുകളിലേക്ക് ഇറാനിൽ നിന്ന് ഉണ്ടായിരുന്നത്. ഇനി അമേരിക്കയുടെ ഈ പുതിയ ആക്രമണ ഭീഷണിയോട് ഇറാൻ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് നോക്കാം. ട്രംപിൻ്റെ പ്രസ്താവന പുറത്തു വന്ന ഉടൻ തന്നെ ഇറാന്റെ ഭാഗത്ത് നിന്ന് പ്രൊഫസർ മുഹമ്മദ് മരാണ്ടിയും ഇറാന്റെ വിപ്ലവ സേനയായ IRGC വക്താക്കളും ഇതിന് കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അമേരിക്കയോ ഇസ്രയേലോ വീണ്ടും ഒരു അറ്റാക്കിന് ഇറങ്ങി പുറപ്പെട്ടാൽ കുവൈറ്റും ഖത്തറും സൗദി അറേബ്യയും ബഹ്റൈനും UAEയും ഒമാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലുള്ള മുഴുവൻ അമേരിക്കൻ സൈനിക താവളങ്ങളും ഞങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളാകും എന്നാണ്. അതുകൊണ്ട് അവിടുന്ന് ആളുകളെ ഒഴിപ്പിക്കേണ്ട ലിസ്റ്റിലേക്ക് ഇതും കൂടി നിങ്ങൾ കൂട്ടിക്കോളൂ എന്നാണ് ഇറാന്റെ കടുത്ത താക്കീത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗൾഫ് മേഖലയിലുള്ളവർക്കറിയാം, കുവൈറ്റിലും ബഹ്റൈനിലുമൊക്കെ ലഭിച്ചിരുന്ന ആക്രമണങ്ങളിൽ ചെറിയൊരു കുറവുണ്ടായിരുന്നു. ഇറാൻ താൽക്കാലികമായി കുറച്ചൊന്ന് നിയന്ത്രണം പാലിച്ചതുകൊണ്ടാണ് അങ്ങോട്ടുള്ള അറ്റാക്കുകളിൽ കനം കുറഞ്ഞത്. എന്നാൽ ഇപ്പോൾ അമേരിക്ക വീണ്ടും ഒരു വലിയ ആക്രമണ പരമ്പരയ്ക്ക് തുടക്കം കുറിക്കുകയാണെങ്കിൽ തിരിച്ച് അതേ അളവിൽ തന്നെ ബാക്കി രാജ്യങ്ങളിലെ ബേസുകളിലേക്കും ശക്തമായി അടിക്കുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ ജീവിക്കുന്ന പ്രവാസികൾ ഉൾപ്പെടെയുള്ള എല്ലാവരും വളരെയധികം ജാഗ്രതയോടെയും കരുതലോടെയും ഇരിക്കേണ്ട സമയമാണിത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ യുദ്ധം ഇനി ഒരു കരയുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ടോ എന്നതാണ്. ട്രംപിന്റെ ഇന്നലത്തെ സംസാരത്തിൽ ഒരു ഗ്രൗണ്ട് ഓപ്പറേഷനുള്ള സാധ്യതയെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ തന്നെ ഇറാൻ അതിർത്തികളിൽ സൈനിക നീക്കം ശക്തമാക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നു. കുവൈറ്റ് ഇറാൻ ബോർഡറുകളിലേക്ക് വലിയ തോതിൽ സൈനികരെയും സൈനിക വാഹനങ്ങളെയും വിന്യസിക്കുന്ന ദൃശ്യങ്ങൾ മുൻപേ വന്നിരുന്നു. അതിനു പുറമെ ഇപ്പോൾ IRGC പുറത്തുവിട്ട പുതിയൊരു വീഡിയോയിൽ വൻതോതിൽ തോക്കുകളിലേക്കുള്ള വെടിയുണ്ടകൾ പ്രിപ്പയർ ചെയ്യുകയും പാക്ക് ചെയ്യുകയും ചെയ്യുന്നത് കാണാം.
സാധാരണയായി ഇത്തരം ഗ്രൗണ്ട് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ കരയുദ്ധങ്ങൾ പ്രതീക്ഷിക്കുമ്പോഴാണ് വൻതോതിൽ കരസേനയ്ക്കുള്ള വെടിയുണ്ടകൾ പെട്ടെന്ന് അസംബിൾ ചെയ്യുന്നത്. അതായത് അമേരിക്കയോ ഇസ്രയേലോ ഇനി ഏതെങ്കിലും തരത്തിൽ ഒരു കരയുദ്ധത്തിന് വന്നാൽ പോലും അതിനെ നേരിടാൻ ഞങ്ങൾ പൂർണ്ണ സജ്ജരാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് ഇറാൻ ഇതിലൂടെ ചെയ്യുന്നത്. ഇതുകൂടാതെ ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളായ ഇസ്ഫഹാനിലെയും മറ്റും ആണവ നിലയങ്ങൾ തങ്ങൾ വീണ്ടും ബോംബിട്ട് തകർക്കുമെന്ന ട്രംപിന്റെ അവകാശവാദങ്ങൾക്കും ഇറാൻ വായടപ്പിക്കുന്ന മറുപടി നൽകി. ഇറാന്റെ ആർമി കമാൻഡർമാരും IRGC ഉദ്യോഗസ്ഥരും ഇന്ന് ഇസ്ഫഹാനിലെ ഈ ആണവ കേന്ദ്രങ്ങൾ നേരിട്ട് സന്ദർശിക്കുന്ന ദൃശ്യങ്ങളും ചിത്രങ്ങളും പുറത്തുവിട്ടു. മാസങ്ങളായി തങ്ങൾ ഇവിടെ ആക്രമിക്കുന്നു എന്ന് അമേരിക്ക അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഈ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾക്ക് യാതൊരു നാശനഷ്ടവും ഉണ്ടായിട്ടില്ലെന്നും തങ്ങളുടെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ അവയെ സുരക്ഷിതമായി നിർത്തുന്നുണ്ടെന്നും തെളിയിക്കുകയായിരുന്നു ഇറാൻ ഇതിലൂടെ ചെയ്തത്. ഇതിനിടയിൽ അമേരിക്കൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ മരണങ്ങളെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. മുൻപ് 3 US സൈനികർ കൊല്ലപ്പെട്ട വിവരം വന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ 4മതൊരു സൈനികയുടെ വിവരങ്ങൾ കൂടി US ഡിപ്പാർട്ട്മെന്റ് ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടുണ്ട്. 28 വയസ്സുള്ള ഏഞ്ചൽ റാംബർത്ത് എന്ന വനിതാ സൈനികയുടെ ഫോട്ടോ അടക്കമാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. കൊല്ലപ്പെട്ട അമേരിക്കൻ സൈനികരിൽ 2 പേർ പുരുഷന്മാരും 2 പേർ സ്ത്രീകളുമാണ്. എല്ലാവരും തന്നെ 25 മുതൽ 30 വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള യുവ സൈനികരാണ് എന്നത് വളരെ വിഷമകരമായ ഒരു വസ്തുതയാണ്. അതുപോലെ തന്നെ ജോർദാനിലെ US ബേസിലേക്ക് ഇറാന്റെ മിസൈൽ പതിച്ച സമയത്ത് അമേരിക്കൻ സൈനികർ നേരിട്ട ഭീതിയും പരിഭ്രാന്തിയും വ്യക്തമാക്കുന്ന ഒരു വീഡിയോയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട്. ഒരു അമേരിക്കൻ സൈനികന്റെ ഹെൽമറ്റിലെ ക്യാമറയിൽ തന്നെ പതിഞ്ഞ ദൃശ്യങ്ങളാണിത്. പെട്ടെന്ന് ആക്രമണ സൈറണുകൾ മുഴങ്ങിയപ്പോൾ പാൻസ് പോലും ശരിയായി ഇടാൻ സമയം കിട്ടാതെ വെറുമൊരു ഷർട്ട് മാത്രം ധരിച്ച് കയ്യിൽ കിട്ടിയ സാധനങ്ങളും എടുത്ത് ഓടി ബങ്കറുകളിൽ അഭയം പ്രാപിക്കുന്ന ദൃശ്യങ്ങളാണ് ഇതിലുള്ളത്. ഇറാന്റെ പുതിയ സാങ്കേതിക വിദ്യയിലുള്ള അതിവേഗ മിസൈലുകൾ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളെ മറികടന്ന് നേരിട്ട് താവളങ്ങളിൽ പതിക്കുന്നതിനുള്ള ഭയം ഈ സൈനികരുടെ ഓട്ടത്തിൽ കൃത്യമായി കാണാൻ സാധിക്കും. ഇന്റർസെപ്റ്ററുകൾക്ക് തടുക്കാൻ കഴിയാത്ത അത്ര സ്പീഡിലാണ് ഇറാൻ മിസൈലുകൾ ഇപ്പോൾ പ്രോഗ്രാം ചെയ്തു വിടുന്നത്. കൂടാതെ ഇറാഖിലെ അമേരിക്കൻ ബേസിൽ കഴിഞ്ഞ 3 ദിവസമായി തുടരുന്ന കടുത്ത തീപിടുത്തം ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല. ഇന്ന് രാവിലെ ഉണ്ടായ പുതിയ ആക്രമണത്തിലും താവളത്തിലെ വലിയൊരു പ്രദേശം മുഴുവനായി കത്തിയമരുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് പുറത്തുവരുന്നത്. ചുരുക്കത്തിൽ ട്രംപിന്റെ ശക്തമായ പ്രസ്താവനകളും ഇസ്രയേലിന്റെ വൻ വ്യോമസേനാ തയ്യാറെടുപ്പുകളും നോക്കുമ്പോൾ ഇന്ന് രാത്രിയോ നാളെയോ ആയി യുദ്ധം കൂടുതൽ ഭീകരമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കാനാണ് സാധ്യത കാണുന്നത്. എങ്ങോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല. അമേരിക്ക ഇറാൻ യുദ്ധ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.